നമസ്കാരം, എൻ്റെ പേര് ഷമി ശങ്കർ. ഞാൻ ജെ കൺസ്ട്രക്ഷനിലെ ഓപ്പറേഷൻ മാനേജറാണ്. ഇത് എൻ്റെ ഒപ്പം ഉള്ളത് എഞ്ചിനീയർ ബി വിൻസെൻ്റ്, നമ്മുടെ ചെയർമാനാണ്, റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ കൂടിയാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ റോഡ് കൺസ്ട്രക്ഷനെ കുറിച്ചും അതിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ റോഡിൻ്റെ ഡിഫറെൻറ്റ് ലെയറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ ആദ്യം കണ്ടിട്ട് ഇതിലേക്ക് വരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് അതൊരു കണ്ടിന്യൂറ്റി വീഡിയോ ആണിത്. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ സാർ ഡിഫറെൻറ്റ് റോഡിൻ്റെ ലെയറിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു അത് ലെങ്തി എപ്പിസോഡ് ആയതുകൊണ്ടാണ് നമ്മളൊരു നെക്സ്റ്റ് എപ്പിസോഡും കൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്നവർക്കും തീരില്ല, പറയുന്നവർക്കും തീരില്ല, പ്രേക്ഷകർക്കും തീരില്ല. അപ്പൊ നമ്മള് ബോറടിക്കാതിരിക്കാനാണ് ഒരു എപ്പിസോഡ്. ആക്ച്വലി എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ലെങ്തിന്റെ കേസിൽ വീഡിയോ കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ സ്റ്റക്കായ ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാറ് ഈ പറയുന്ന ടാറിങ് അല്ലെങ്കിൽ നമ്മൾ ഒരു ആ ടാർ ചെയ്ത് പല ലെയറായിട്ട് ചെയ്യുന്ന റോഡിനെ കുറിച്ചാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ഈ ഹൈവേയിൽ കൂടി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ പാർസൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ മെയിൻ ഹൈവേയിൽ ഇപ്പോൾ റോഡ് റിനോവേഷൻ നടക്കുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് റെക്ടിഫിക്കേഷൻ നടക്കുവാണ്. ബ്ലാക്ക് സ്പോട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റോഡിനെ കട്ട് ചെയ്തിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് വിസിബിൾ ആണ്, അതൊരു കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. അതിന് മേളിൽ പറഞ്ഞ ടാറിങ് ഒന്നുമില്ല, അത് കോൺക്രീറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് പലയിടത്തും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും ഈ ഒരു കോൺക്രീറ്റ് റോഡിനാണ്. അപ്പോൾ ഈ സാർ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത ടാർ റോഡും ഈ കോൺക്രീറ്റ് റോഡും തമ്മിലുള്ളൊരു അഡ്വാൻറ്റേജും അതിൻ്റെ ഡിഫറൻസും അല്ലെ അതിനെക്കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാമോ സാർ? ഒന്ന് അത് പറയുന്നതിന് മുമ്പ് ചില ഇൻഫർമേഷൻ അത് പ്രേക്ഷകർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്ന കൺട്രിയാണ് ഇന്ത്യയോ ചൈന ആയിരിക്കും. ചൈന ജസ്റ്റ് മുമ്പ് ചൈന ആയിരുന്നു, ഇപ്പം ഇന്ത്യ ആയെന്ന് തോന്നുന്നത് കൺഫേം അല്ല. അതല്ലെങ്കിൽ ഇന്ത്യ ചൈന ഒരു ചെറിയ വ്യത്യാസത്തിലേ കാണുള്ളൂ. നമ്മൾ ഈ റോഡ് സെക്ടറിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ, ചൈന, US ഇത് മൂന്നും എടുക്കും. കാരണം വിസ്തൃതിയിൽ ഇന്ത്യയെക്കാളും ഹയസ്റ്റ് ആണ് US. പോപ്പുലേഷനിൽ ഇന്ത്യയെക്കാളും മുകളിലായിരുന്നു ചൈന, ഇപ്പൊ വന്നു. അപ്പം നമ്മൾ ഇവർ രണ്ടുപേരുടെയും രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് മുന്നേറാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റോഡിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്നാമതായിരിക്കാം. അപ്പോൾ സിമെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് സിമെന്റ്. കാരണം സിമെന്റ് ഇനി എത്ര വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള റിസോഴ്സസ് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് സിമെന്റിനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ആയിട്ട് ദൈവം തന്നതാണ്. ഗൾഫുകാർക്ക് പിന്നെ പെട്രോളിയം പ്രോഡക്റ്റ് കൊടുത്തതുപോലെ. അപ്പം പെട്രോളിയം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ യൂസേജ്, പെട്രോളും ഡീസലും പിന്നെ പ്ലെയിനിലുള്ള ഏവിയേഷൻ ഫ്യൂവലും ഒക്കെ എടുത്തതിന് ശേഷം കിട്ടുന്ന സാധനമാണ്. അത് വെളിയിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പം നമ്മളെപ്പോഴും പിന്നെ കോൺക്രീറ്റിലോട്ട് പോകുന്നതാണ് നമ്മൾ ദേശസ്നേഹത്തിൻ്റെ ഏറ്റവും ഇതായിട്ട്. ഇമ്പോർട്ട് കുറയ്ക്കാം. പിന്നെ വേറെ ഇതിന് ഗുണവും ദോഷവും ഉണ്ട്. ടെമ്പറേച്ചർ, അതായത് കോൺക്രീറ്റ് ആയാലും ടാർ റോഡായാലും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. എൻ്റെ ഒരു ഇതനുസരിച്ച് ഇപ്പം 2 ഡിഗ്രിയിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് ടാർ റോഡ്. 2 ഡിഗ്രി എന്താണ് അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പിന്നെ നമുക്കെപ്പോഴും ഈ ടെമ്പറേച്ചർ ഇത് കിട്ടുന്ന എയർപോർട്ടിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ എത്ര ഡിഗ്രി ആണ് ആവറേജ് ടെമ്പറേച്ചർ പറയുന്നതെന്ന് വെച്ചോളുക, 31 ഡിഗ്രി. നമ്മൾ നല്ല ഉച്ചയ്ക്ക് നല്ല റോഡിൻ്റെ സെൻറ്ററിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ 2 ഡിഗ്രി വരെ കൂടി വരും. ആ റിപ്പോർട്ടഡ് ടെമ്പറേച്ചറിനെ കാണും. നിങ്ങൾ അതേ റിപ്പോർട്ടഡ് ടെമ്പറേച്ചർ നിങ്ങൾ ഒരു ഫോറസ്റ്റിനകത്ത് നിന്നാൽ റിപ്പോർട്ടഡ് ടെമ്പറേച്ചറിനെക്കാളും 1-2 ഡിഗ്രി കുറവായിരിക്കും. അതാണ് 2-2.5 ഡിഗ്രി. ഇതേപോലെ നമ്മൾ സിമെന്റ് റോഡിൽ നിന്നാൽ ഈ 2.5 ഡിഗ്രി കൂടത്തില്ല, അതും കൂടും, ബട്ട് മേ ബി 1.5 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇന്ത്യയിൽ ഉള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പേരിലായാലും ടെമ്പറേച്ചർ കൂടുന്ന കാര്യത്തിലായാലും സിമെന്റിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ കോൺക്രീറ്റ് റോഡിൽ വേറെ ദോഷമുണ്ട്. ടയർ റൊട്ടേഷൻ കൂടുതലായിരിക്കും. അതായത് പിന്നെ ബിറ്റുമിനസ് റോഡെന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ പേയ്മെന്റ് ആണ്. നമ്മൾ ലോറി ഇപ്പോൾ നമ്മളെപ്പോഴും ഈ റോഡിന്റെ കാര്യം ഡിസൈൻ ചെയ്യുന്നതായാലും എല്ലാം ട്രക്കിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. റോഡിന്റെ ഡാമേജിങ് ഫാക്ടർ ഏറ്റവും ഹയസ്റ്റ് ട്രക്കാണ്. അതേപോലെ ടയർ റൊട്ടേഷൻ ആയാലും ടയർ റൊട്ടേഷൻ അപ്പോൾ ഒരു 1000 കിലോമീറ്ററിന് എത്ര ടയർ ഫ്ലെക്സിബിൾ പേയ്മെന്റിന്
നമ്മൾ മാറ്റേണ്ടി വരുമോ, അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ടയർ പിന്നെ കോൺക്രീറ്റ് സർഫസിന് വരും. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ അതിനുവേണ്ടി ഇപ്പോൾ പുതിയ അതാണ് IRC കോൺഫറൻസ് നടക്കുന്നല്ലോ. IRC കോൺഫറൻസ് 2016-17 മുതൽ കോൺക്രീറ്റ് റോഡിന് ബിറ്റുമിനസ് റോഡിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പോളിമർ, അതായത് ബിറ്റുമിനസ് നമ്മൾ ലോറി അങ്ങ് കഴിയുമ്പോൾ എല്ലാ ലെയറും താന്നു കൊടുക്കും. ഈ താഴ്ന്ന ലെയറുകളാണ് നമ്മൾ ഈ 6 ലെയർ പറഞ്ഞിരിക്കുന്നത്. ഫ്ലെക്സിബിൾ ആണ്. കോൺക്രീറ്റിലാണെങ്കിൽ കോൺക്രീറ്റ് അത് താഴില്ലല്ലോ. താഴ്ന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് അല്ലാതായി പേയ്മെന്റ് ആണ്. അപ്പൊ അതിന് ഡിഫറെന്റ് ടോപ്പിലെ ഇത് കോൺക്രീറ്റ് തന്നെ എടുക്കുക. ഒരു പിന്നെ വാട്ടർ ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ള സർഫസ് ആണല്ലോ. അതിട്ട് താഴെ 1-2 ലെയർ പോളിമർ കൊടുത്തിട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വല പോലെ കണ്ടിട്ടുണ്ട്. ഞാൻ ഹൈവേ ഇതിൽ, അതായത് ആ പോളിമർ വെർട്ടിക്കലായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അത് ഈ ലോഡ് വരുമ്പോൾ താന്നു കൊടുക്കത്തക്ക രീതി കോമ്പോസിറ്റ് ലെയർ വിത്തൗട്ട് ബിറ്റുമൻ ബട്ട് കോൺക്രീറ്റ് ഡിഫറെന്റ് ലെയേഴ്സ് ഇൻ ബിറ്റ്വീൻ പോളിമേഴ്സ്. അത് റിസർച്ചിൽ വരുന്നുണ്ട്. അത് ഫൈനൽ അത് ഉപേക്ഷിച്ച് തുടങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഇൻ ടോട്ടൽ പെട്രോളിയം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കുറച്ചുകൊണ്ടാണ് വരുന്നത്. ഇലക്ട്രിക്കൽ വെഹിക്കിളോട്ട് പോകുമ്പോൾ ഇതിനായിട്ട് വേണ്ട, അതിന്റെ വേസ്റ്റ് ആണല്ലോ ബിറ്റുമിൻ. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ശരി, നമ്മുടെ പബ്ലിക് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നം പോട്ടോൾസ് അല്ലെങ്കിൽ ഈ കുഴികൾ തന്നെയാണ്. ഈ ഒരു ഫൺ ഫാക്റ്റായിട്ട് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഈ പല കുഴികളിലും വാഴ നടുന്നു എന്നുള്ള ന്യൂസ് വരെ കേൾക്കുന്നുണ്ട്. ഞാൻ വാഴ വെപ്പേ. അപ്പോൾ ഈ പോട്ടോൾസിന് തലവേദന തന്നെയാണ്. എനിക്ക് കോൺക്രീറ്റ് റോഡ്സിൽ വരാൻ സാധ്യത കുറവാണ്, പക്ഷേ ഈ ടാർ റോഡിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പോട്ടോൾസ് വരാനുള്ള കാര്യം എന്താണ്? ഇത്രയും ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ആയി, പല രീതിയിലുള്ള പുതിയ എല്ലാം IRC ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും പോട്ടോൾസ് വരാൻ എന്തുകൊണ്ടാണ് സാധ്യത? അതിന്റെ കാരണം എന്താ? ഞാൻ വ്യക്തിപരമായി എൻ്റെയും കൂടെ ഒരു സൈഡ് സപ്പോർട്ട് ചെയ്ത് പറയാവുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കാം. പോട്ടോൾസ് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഇയർ 2025-2024 പിന്നെ കോർപ്പറേഷൻ പഞ്ചായത്ത് റോഡുകളിലാണോ, പിന്നെ PWD സാധാ റോഡുകളിലാണോ, അതോ PWD പിന്നെ BMNBC ചെയ്ത റോഡുകളും ഹൈവേയും, ഈ 3 ഇതിൽ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും എന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? നമ്മൾ ഈ പഞ്ചായത്ത് റോഡുകൾ ഇട റോഡുകളിലൊക്കെയാണ് ഏറ്റവും കോർപ്പറേഷൻ റോഡുകളിൽ, മെയിൻ റോഡിൽ കാണാറില്ല. ശരിയാണ്, കാണാറില്ല. BMNBC ചെയ്ത PWD റോഡിൽ കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. അപ്പം ഈ പഞ്ചായത്ത് റോഡ് ഇപ്പോഴും പഴയ പഞ്ചായത്ത് റോഡുകളായാലും മറ്റേ പഴയ WBM ചെയ്ത് കിടക്കുന്ന റോഡുകളിൽ ഡെഫിനറ്റായിട്ട് ഉണ്ടാവും. WBM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പോട്ടോൾ ഉണ്ടായതിന് ന്യായീകരണം പറയല്ല, ഇതിൽ ഈ സർഫസിൻ്റെ ഇതിൽ ഇത് പറയും. പിന്നെ 2 കാരണം ഞാൻ 1999-2002 വരെ റോഡ്സിൽ അല്ല 97 മുതൽ 2002 വരെ റോഡ്സിൽ AEയും AXയും ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പിന്നെ നല്ല പോട്ടുകളുള്ള ഒരു കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് നോക്കും. അവിടെ ഇപ്പുറത്തെ ടാർ സർഫസ് കാണുമ്പോൾ നമുക്കറിയാം ഇത് നോട്ട് ബിക്കോസ് ഓഫ് ടാർ സർഫസ്, ബിനീത്ത് സംതിങ് ആയിരിക്കും. അപ്പം ആദ്യം നമ്മൾ സംശയം വരുന്നത് വില്ലനായിട്ട് വാട്ടർ അതോറിറ്റി ചെയ്ത പൈപ്പ് എല്ലാം പൊട്ടിയതായിരിക്കും ആ പൈപ്പ് കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്നിട്ടും വിത്തൗട്ട് റീസൺ നമ്മൾ മുകളിലോട്ട് നോക്കും, ഏതെങ്കിലും വൃക്ഷം നിൽക്കുന്നോ അവിടെ എന്താണ്. പിന്നെ പൊട്ടക്കുഴി കഴിഞ്ഞിട്ട് കോസ്മയില്ലേ, കോസ്മയുടെ ഫ്രണ്ടിൽ ഒരു കുഴി കണ്ടപ്പോൾ ഞാനിത് ആ പാലത്തിൽ, ഇപ്പൊ പാലമല്ല, ഇപ്പൊ ഇരിക്കുന്നത് കോസ്മയുടെ ഫ്രണ്ടിലുള്ള പാലം വെച്ചാൽ 3ാമത്തെ പാലമാണ്. നേരത്തെ 2ാമത്തെ പാലം ഉള്ളപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് ഒരു പാലം ഉണ്ടായിരുന്നു പഴയ പണ്ട്. അപ്പൊ അത് കോസ്മോയിൽ നോക്കിയപ്പോഴത്തേക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിക്കുന്നു വാട്ടർ സപ്ലൈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ്റെ ക്ലാസ്മേറ്റാണ് വിളിച്ചപ്പോൾ, എടാ അത് പിന്നെ സെൻട്രലാണോ സൈഡിലാണോ? ആ സൈഡിലാണ്. അപ്പോൾ എൻ്റെ ഡിവിഷനല്ല, വേറെ ഡിവിഷൻ, ഇൻ്ററിം വാട്ടർ സപ്ലൈ ഓഗമെൻറ്റേഷൻ ഡിവിഷൻ. അപ്പോൾ ഓഗമെൻറ്റേഷൻ ഡിവിഷൻകാർ പറയുന്നത് ഞങ്ങൾ സെൻട്രലിലൂടെ പൈപ്പ് ഇട്ടിട്ടുള്ളൂ, സൈഡിലുള്ളതാണെങ്കിൽ അപ്പോൾ പിന്നെ ഇൻ്ററിം ആയിരിക്കും മറ്റു വാട്ടർ സപ്ലൈ. അപ്പോൾ ഓരോ ലെവൽ ഓഫ് ആൾക്കാർ ഓരോ കാലഘട്ടത്തിൽ ഓരോയിടത്തോടെ പൈപ്പ് ഇട്ടു.
ഇത് ഈ പല പൈപ്പും പിന്നെ അബാൻഡൻ ചെയ്തിട്ട് വേറെ പൈപ്പ് ലൈൻ ഇടും. പക്ഷെ അവിടെ വെള്ളം പോയി കാണത്തില്ല. ഏതെങ്കിലും ഒരാളുടെ ഹൗസ് കണക്ഷൻ അതിൽ നിന്ന് കൊടുത്തായിരിക്കും, അതിൽ നിന്ന് തിരിച്ച് വരുന്നതും അങ്ങനെ. അപ്പം അതാണ് നേരത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തല്ലോ, മറ്റേ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കാരോട് ടു ഇഞ്ചക്കൽ വരത്തില്ല. കാരണം അത് ഇടവഴി രൂപാന്തരപ്പെട്ട റോഡല്ല. ഈ റോഡിൽ ഇത് വരാം, പിന്നെ മരങ്ങളുടെ ഇത് വരാം. അപ്പൊ ഈ സാധാരണ ഇതിൽ ഇതൊന്നും ഇല്ലാതെ റോഡിന്റെ സർഫസിന്റെ കുഴപ്പം കൊണ്ട് വരുന്ന വെറ്റ് മിക്സ് മക്കാടമായിരിക്കും. അതിന്റെ ഇതുകൊണ്ടായിരിക്കാം. അപ്പൊ അത് കൂടുതലും ഇത് വരുന്നതാണ്. BMNBC നമ്മൾ വൈബ്രേറ്റർ റോളർ ഇട്ട് വരുമ്പോഴേ വൈബ്രേറ്റർ റോളർ നല്ലോണം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടിയിൽ ചെറുതായിട്ട് പൊട്ടിയ പൈപ്പെങ്കിൽ പൊട്ടാനുള്ള പൊട്ടിയിട്ട് വരാനുള്ള വെള്ളം അതിൻ്റെ അടിയിൽ പോകും. മനസ്സിലായോ? ഈ പോസ്റ്റ്മേയുടെ ഫ്രണ്ടിൽ ഞാൻ കണ്ടെത്തിയ പൈപ്പ് ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ട് പോകുന്നത് അത് അടിയിലോട്ട് ഇതിലോട്ട് പോകുന്നു. മുകളിൽ വരാത്ത രീതിയിൽ ഞാൻ അവിടെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ലെയർ പോർട്ടുകൾ അടച്ചിട്ടുണ്ട് അവിടെ. ഈ പോർട്ടൽ അടയ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പോർട്ടോൾ ഫിക്സിങ് പല രീതിയിൽ പലരും ചെയ്യുന്നുണ്ട്. കുറേ ചെളിയിട്ട് ചെയ്യുന്നു, ചിലർ കോൺക്രീറ്റ് ചെയ്യുന്നു, ചിലർ റോഡ് മിനിസ്റ്റർ വരുന്നതിന് ഭാഗമായിട്ട് ചുമ്മാ ടാർ ഒഴിക്കുന്നു. ഒരു പോർട്ടോൾ അടയ്ക്കുന്നത് അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ട്. അപ്പം ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്കത് അറിയാം. പക്ഷേ അതൊരു ടെക്നിക്കലി ഒരു ഫൺ ഫാക്ടറി പറയുകയാണെങ്കിൽ ഒരു മുറിവ് ക്ലീൻ ചെയ്ത് അത് ഉണക്കുന്ന പോലെയാണ് അല്ലേ? അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സാർ ഒന്ന്. ചോദ്യം നമ്മുടെ മുറിവ് ഇപ്പം ഒരു കയ്യിലൊരു മുറിവായിട്ട് നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ പോയി. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് 50 വർഷത്തിന് മുമ്പ് മുറിവ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ ഈ മുറിവ് ഇരുന്ന് പിന്നെ വ്രണമായി മാറുന്ന ഒരവസ്ഥ പഴയ 50 കൊല്ലത്തിന് മുമ്പ്. ഇതാണ് നമ്മുടെ പൊട്ടോൾ ഉണ്ടായ സമയത്ത് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ അടച്ചിരുന്നെങ്കിൽ അത് മാറും. ഇത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മെറ്റൽ ഇളകിപ്പോയി വെള്ളത്തിൻ്റെ ഇതായിരിക്കും. അടുത്ത ഒരു വീട് പണിയുന്ന ആള് അയാളുടെ വീട് പണി കൊണ്ടുപോയപ്പോൾ ഒരു ചട്ടി എടുത്ത് സാധനം ഇവിടെ ഇട്ടു. പിന്നെ ഈ പറഞ്ഞ ആരെങ്കിലും കൊണ്ടുവന്ന് വാഴ വയ്ക്കുകയോ എന്ന് ചോദിച്ചു. അപ്പം ഒരു പോർട്ടുകൾ ഫില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന ഒരു നിരുത്തരവാദിത്വപരമായ ഒരു കോൺട്രാക്ടർ ഓവർസൈഡ് ഉണ്ടായോ ഇല്ലാതെ ചെയ്യുമ്പോൾ അവൻ അതിനുകൊണ്ട് കുറേ മെറ്റലിടും, ഒരു ടാർ സ്പെയർ, ഒരു 12 mm ഇട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് നമ്മുടെ മുറിവ് സംഭവിച്ചാൽ നമ്മൾ പിന്നെ ഡിറ്റീറിയേറ്റ് ചെയ്ത ഭാഗം, അതായത് മുറിവിൽ ചലവൂതായിട്ടൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് എടുത്ത് കളയണം. അതേപോലെ ഈ പൊട്ടുകളിൽ സ്ക്വയർ കട്ടിങ് എന്ന് പറയും. അതായത് ഇളകിപ്പോയ മെറ്റലും ഇളകാനിരിക്കുന്ന മെറ്റലും ഈ ബിറ്റുമിന് അത് ഡിറ്റീറിയേറ്റ് പോയ ഇതും എല്ലാം കട്ട് ചെയ്ത് ഒരു സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്യണം. സ്ക്വയർ പ്ലാനിലും സെക്ഷനിലും കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇത് പോർട്ടുകൾ ഡെപ്ത് എവിടെ വരെ വന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ ടാർ മാത്രമാണെങ്കിൽ ജസ്റ്റ് ഒരു ടാർ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്ത് പോയാൽ മതി. പക്ഷേ മെറ്റലിങ്ങിലാണ് പഴയ സോളിംഗ് ആയിരിക്കും, ഏറ്റവും പഴയ സോളിംഗ് ആയിരിക്കും. അപ്പം ആ ഡെപ്ത് അനുസരിച്ച് വളരെ ഡെപ്ത് കൂടുതലാണെങ്കിലും എത്ര ഡെപ്ത് കൂടുതലാണെങ്കിലും ആദ്യം ഈ 36 mm മെറ്റൽ പല ഇതിലായിട്ട് ഒരു 5-6 സെന്റിമീറ്ററിൽ കൂടുതൽ ഡെപ്ത് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. പാക്ക് ചെയ്ത് അതൊരു ചെറിയ ഏരിയയിലായിരിക്കും പാക്ക് ചെയ്തു ടാർ സ്പ്രേ ചെയ്തു. പിന്നെയും പിന്നെ 12 mm മറ്റോ കീ അടിക്കുക എന്ന് പറഞ്ഞു അതിങ്ങനെ ഇട്ടിട്ട് പിന്നെ ടാർ സ്പ്രേ ചെയ്തു. പിന്നെ പല പേരിൽ ഇട്ടിട്ട് റോളർ എവിടെയെങ്കിലും കയറുന്ന ആ സൈസിലുള്ള ആളുടെ ഡെപ്ത് വരുന്നെങ്കിൽ റോളർ ചെയ്തിട്ട് അവസാനം ചിപ്പിംഗ് കാർപ്പറ്റ് കൊണ്ട്, അതായത് നമ്മൾ BMന്റെ മിക്സോ ഇപ്പം നമ്മൾ BMന്റെ മിക്സ് ഇട്ടിട്ട് അവസാനം BCയുടെ മിക്സോ അല്ലെങ്കിൽ സീൽ കോട്ട് പോലുള്ള 6 mm മറ്റൊക്കെ ഇട്ട് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. അത് ചെയ്യാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഏതൊരു മേഖലയായാലും ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയാണല്ലോ. കൺസ്ട്രക്ഷൻ മേഖലയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജി നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി മാത്രമല്ല മെഷീനറീസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പ്രാക്ടീസ് തന്നെയാണ്. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോഴേക്കും വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് ടു അവോയ്ഡ് ഹണികോംസ്. പിന്നെ ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് കോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീഇൻഫോഴ്സ് എടുക്കുമ്പോഴത്തേക്കും ഒരു സ്പേസിങ് 15 cm നമ്മൾ കൊടുക്കുന്നത്. അതാണ് IS പറയുന്നത്. അതിന് മേളിൽ ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, അത് വേറെ ടോപ്പിക്കാണ്, പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് IS സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടെക്നോളജി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാലം നടുവോടുന്നത് പറയില്ല, അതേപോലെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ്റെ മേഖലയിലും ഒബ്വിയസ്ലി ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിരിക്കാം. ഉദാഹരണം
പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഈ കീഴിലൊക്കെ ആൾക്കാർ ഹൈ ബൂട്ട് ഇട്ടിട്ട് കൈ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരുന്നത്, കൈവച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഹീറ്റ് റിക്വയർമെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നില്ല. കാരണം ആഫ്റ്റർ ഓൾ ദേ ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അത്ര ഹീറ്റ് നമുക്ക് അത് വിസ്റ്റേൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും അവിടെ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റിൽ ടെക്നോളജി അല്ലെങ്കിൽ ഹൈ മെഷീനറീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക അതെ ഇൻവോൾവ്മെൻറ്റ് അത് എത്രത്തോളം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുമ്പ് 40-50 വർഷത്തിന് മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ അപ്പോഴ് ഒരു ഷീറ്റ് വെച്ച് വറുത്താണ് ഇടുന്നത്. ഈ പിന്നെ കോൺക്രീറ്റിൻ്റെയും ബിറ്റുമിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ടെമ്പറേച്ചർ കൺട്രോൾ ആവശ്യമായിട്ടുള്ളത് ബിറ്റുമിൻ സർഫസിങ്ങിനാണ്. കോൺക്രീറ്റിൻ്റെ ആവശ്യമില്ല. അറിയാം, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ നമ്മുടെ കൊച്ചാർ റോഡിൽ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നു, കണ്ടായിരുന്നു, ടാറിങ്ങിന് വേണ്ടി. അതിനെയാണ് മിനുമിക്സ് പ്ലാന്റ് എന്ന് പറയുന്നത്. അത് മറ്റതിന്റെ 2ാം ജനറേഷൻ, അതായത് വറുത്തിടുന്നതിന്റെ അടുത്തുള്ള ജനറേഷൻ. അതായത് ഇത് എനിക്ക് തോന്നുന്നു പിന്നെ 85-ലൊക്കെ വന്ന ഇതാണ്. ഇതെന്ന് പറയുന്നത് പിന്നെ നമുക്കൊരു ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട്. BMNBCക്ക് ആണെങ്കിൽ അതിനുള്ള ടെമ്പറേച്ചർ കൺട്രോളാണ് എനിക്ക് അറിയാവുന്നുള്ളത്. മെറ്റൽ ചൂടാക്കേണ്ടത് ഹയസ്റ്റ് ഡിഗ്രി 175 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കും. 175 എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഹൈ ആണെന്ന് ഉറക്കും. അതിന്റെ പകുതി 85 ഡിഗ്രിയിലാകുമ്പോൾ നമുക്ക് ഹൈ 100 ഡിഗ്രിയിൽ തിളയ്ക്കും. 85 ഡിഗ്രി തന്നെ നമുക്ക് ഹൈ കൊള്ളും, അടുത്ത് പോകാൻ പറ്റില്ല. അപ്പം ഇതില് പിന്നെ BMNBC ചെയ്യുന്ന ഒരു നല്ല കോൺട്രാക്ടറാണെങ്കിൽ അയാളുടെ സൈറ്റിൽ നിൽക്കുന്ന ഒരുത്തന് ഈ 1 കിലോമീറ്റർ ടാർ ചെയ്യാൻ വേണ്ടി ഇത്ര ഫ്യൂവൽ കൊടുക്കും. മിക്കവാറും അതിലും പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ എല്ലാം ഒഴിക്കാനായിരിക്കും കൊടുക്കുന്നത്. അപ്പം യുവിന് അതിനൊരു തെറ്റ് നടത്താൻ സാധ്യതയുണ്ട്. ഞാനിത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ മെറ്റൽ 140-150 ഡിഗ്രി വരെ സെന്റിഗ്രേഡിന് ചൂടാക്കാൻ വേണ്ടി എത്ര ഫ്യൂവൽ ആകുന്നു അതിൻ്റെ ഒരിരട്ടി കൂടെ വേണം അത് 175-ലോട്ട് എത്താൻ. അപ്പം അവരതിലോട്ട് പോകില്ല, 140-ഓ 150-ഓ ഒക്കെ വെച്ച് നിർത്താനുള്ളത്. ഇനി 175-ൽ മെറ്റൽ ചൂടാക്കണം. ബിറ്റുമിൻ ആണെങ്കിൽ 150-ലോട്ട് ചൂടാക്കിയാൽ മതി. ബിറ്റുമിൻ 175-ലോട്ട് പോയാൽ ബിറ്റുമിൻ അല്ലാതായിട്ട് മാറും, കറുത്തു പോകും. മനസ്സിലായോ? എന്നിട്ട് ഇത് രണ്ടിൻ്റെ ഈ 175-ലുള്ള ബിറ്റുമിനും പിന്നെ മെറ്റലും 160-ലുള്ള ബിറ്റുമിനും കൂടെ ചേർത്ത് മിക്സ് 165-ൽ അറ്റൈൻ ചെയ്യണമെന്നുള്ളതാണ്. നമുക്ക് മിക്സായിട്ട് വരേണ്ടത് 165-ൽ. അപ്പം ഈ മിനുമിക്സ് പ്ലാന്റിലും 165-ൽ വരണമെന്നാണ് വൈപ്പ്. അത് നമ്മൾ ചെക്ക് ചെയ്യാനില്ല. മറ്റേതിനാണെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട്. ഇനി അവൻ ഒരിക്കലും 165-ൽ വരുത്തില്ല. കാരണം 140-ലോ 130-ലോ വരുത്തുള്ളൂ. എന്തുകൊണ്ടാണ്? പിന്നെ ലേയിങ്ങിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ലേയിങ്ങിന് മറ്റേ പേപ്പർ ഫിനിഷ്ഡ് ആണല്ലോ മറ്റത്. അപ്പോൾ അതിൽ 140 സെന്റിഗ്രേഡിൽ ലേ ചെയ്യണം. ഇതുപോലുള്ള മിനുമിക്സിൽ ഇതാണെങ്കിൽ 130-ലൊക്കെ ലേ ചെയ്യണമെന്നാണ്. 130-ൽ ലേ ചെയ്യുമോ? കാരണം ഇവിടെ ഇത് പേപ്പറല്ല ഫിനിഷ് ചെയ്യുന്നത്, മനുഷ്യനാണ് ചവിട്ടുന്നത്. അപ്പം നമുക്ക് പറയുന്നത് റോളർ ലേ ചെയ്യുമ്പോൾ ഇൻ എനി കേസ് ഇറ്റ് ഷുഡ് നോട്ട് കം ബിലോ 100 ഡിഗ്രി. ഇത് എപ്പോഴും 100 ഡിഗ്രിക്ക് താഴെ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പം വെറ്റ് മിക്സ് മക്കാടവും ചെയ്ത് മെറ്റലിങ് ചെയ്ത് ചിപ്പിംഗ് കാർപ്പറ്റ് ഈ മിനുമിക്സിൽ ചെയ്തുകൊണ്ടിരുന്ന പഴയ കാലത്ത് പിഴവിൽ റോഡ് തകർന്നില്ലെങ്കിലല്ലേ മനസ്സിലായോ? ടെമ്പറേച്ചർ ഇതെല്ലാം കോർപ്പറേഷൻ റോഡുകളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ലോറി വലുതായിട്ട് പോകുന്നില്ലല്ലോ. ലോറി എത്രത്തോളം പോകുന്നു അത്രത്തോളമാണ് റോഡ് തകരുന്നത്. അപ്പം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരവായോ? എന്റെ ടെക്നോളജി അഡ്വാൻസ്മെന്റ് എത്രത്തോളം റോഡ് കൺസ്ട്രക്ഷന് സഹായിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ മൂന്നാമത്തെ ജനറേഷൻ ഇതിൽ അതായത് 2001-2002 ഈ BMNBCയുടെ പ്ലാന്റ് വന്നപ്പം ആ കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടർ ഇതിൽ AC ആണ്. 2001 ആ കാലത്ത് AC ഇല്ല. കാറിലൊന്നും നോൺ AC, വീട്ടിലൊന്നും AC വെച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ കൂടുതലും പിന്നെ ആ കൺട്രോളിങ് മെഷീനിൽ ചെന്നിരിക്കും അവിടെ. കാരണം അവിടെ ചെന്ന് 2 ഗുണമുണ്ട്. ഇത് നോക്കുകയും ടെമ്പറേച്ചർ നോക്കുകയും ചെയ്യാൻ ഇരിക്കുകയും ചെയ്യാം. ഞാൻ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എഞ്ചിനീയേഴ്സിനോട് പറയാനുണ്ട്, ഒന്നുമില്ലെങ്കിൽ ആ ചൂടൊന്ന് മാറാൻ വേണ്ടിയെങ്കിലും അവിടെ ചെന്ന് ഇരുന്നൂടെ എന്ന് പറയും. ഇപ്പൊ പേപ്പർ ഫിനിഷ് ഉണ്ട്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് IRCയുടെ സ്പെസിഫിക്കേഷൻ അറിയുന്നത് ഈ ഇതുണ്ടല്ലോ, പേപ്പർ ഫിനിഷിന് തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട്. നമുക്കിപ്പോൾ പേപ്പറിൽ അപ്പോൾ
ലേയിങ് ടെമ്പറേച്ചർ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ. നമ്മുടെ ടാറിങ്ങിനായാലും നമ്മുടെ ഇതിൽ നമ്മളൊന്ന് ലേ ചെയ്യുമ്പോൾ ഒരു 5 ഡിഗ്രി താഴെ വെച്ചാൽ നമ്മളത് പിന്നെ നിർത്താൻ വേണ്ടിയല്ല പറയേണ്ടത്, അത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ. അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദർ ആർ സോ മെനി പാരാമീറ്റേഴ്സ് ടു കൺട്രോൾ. അതിൽ ഇന്ന പാരാമീറ്റർ താന്നു പോയി എന്നുള്ളത് പിന്നെ അയാളുടെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബിറ്റുമൻ കണ്ടന്റും ചെക്ക് ചെയ്യാം, പല പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്തിട്ട് അയാളുടെ ഗ്രേഡിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ. ഓക്കെ ഓക്കെ, മനസ്സിലായി. അയാളുടെ പെർഫോമൻസിന് ഒരു ഗ്രേഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി 10 പോയിന്റിൽ നിങ്ങൾ എത്ര പോയിന്റ് കൊടുക്കും, അതുപോലെ കൊടുക്കുക. എവറിത്തിങ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലാവും. അതിനുള്ള ടെക്നോളജി നന്നായതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ്റെ നാൾ വഴികൾ, അല്ലെങ്കിൽ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, പല കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടും നമുക്ക് ഈ പറയുന്ന ടെക്നോളജിക്കൽ പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. സോ എനിക്ക് ലാസ്റ്റായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, സാറിൻ്റെ ഇത്രയും കാലത്തെ സർവീസ് എക്സ്പീരിയൻസും ലൈഫ് എക്സ്പീരിയൻസും വെച്ചിട്ട് റോഡ് കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ പല മേഖല വിറ്റ്നസ് ചെയ്തു എന്നുള്ള ഭാഗ്യം സാറിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ ചോദിക്കുവാണ്, ഇനി അതിവേഗം ബഹുദൂരം എന്നാണല്ലോ പറയുന്നത്, ഇനി കേരളത്തിൻ്റെ ഫ്യൂച്ചറിലേക്ക് റോഡുകളുടെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ റോഡ് ഏത് രീതിയിലാവണം അല്ലെങ്കിൽ എന്താവണം എന്നുള്ളതിന് സാറിനൊരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് 2 വാക്കായിട്ട് ഒന്ന് പറയാമോ? നമ്മുടെ നാട്ടിലെ ഏത് വികസന ഭരണങ്ങളും ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഉള്ളത് ജനങ്ങളിലാണ്. അത് ഭൂമി മറ്റു സ്റ്റേറ്റുകളിൽ ഉള്ളതുപോലെ വലിയ ഭൂ ഉടമകളുടെ അടുത്തല്ല ഭൂമി ഉള്ളത്, നമ്മൾ സാധാരണക്കാരുടെ അടുത്താണ്. അപ്പൊ സാധാരണക്കാരുടെ മനോഭാവം, സർക്കാർ റോഡ് വികസനത്തെ ഭൂമി ഏറ്റെടുക്കാൻ വരുമ്പോൾ വിട്ടുകൊടുക്കാൻ തോന്നുന്ന മനോഭാവം, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നത് കുറയ്ക്കുന്ന മൊത്തം ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണമെന്നില്ല, ആ മനോഭാവം മാറണം. പിന്നെ അതുപോലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് റോഡ്, PWD റോഡ് പബ്ലിക് വേസ്റ്റ് ഡിസ്പോസൽ റോഡായിട്ട് ആൾക്കാരെടുക്കരുത്. ഓക്കെ. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം കൂടെ എടുത്ത് പബ്ലിക് PWD റോഡ് പബ്ലിക് വേസ്റ്റ് ഡിസ്പോസൽ റോഡായിട്ട് ആ മനോഭാവം മാറണം. റോഡ് എന്നുള്ളത് നമ്മുടെ ഐശ്വര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ളവർ സിംഗപ്പൂരിലും അമേരിക്കയിലും ജപ്പാനിലും യൂറോപ്പിലും പോയിട്ട് വന്നിട്ട് അവിടുത്തെ റോഡ് ഇത് എന്ത് കണ്ണാടിയായിരിക്കുന്നു. കണ്ണാടിയായിരിക്കുന്നത് അവിടുത്തെ ആളുകളുടെ അവബോധം കൊണ്ടാണല്ലോ. നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ചെന്ന് അവിടുത്തെ ഓടിക്കണമെന്ന് അവിടുത്തെ ആളുകൾ ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ ചെന്ന് പൊതുകുളത്തിൽ ചെന്നിട്ട് തുപ്പുകയും നമ്മുടെ അപ്പം ആളുകളുടെ മനോഭാവം പബ്ലിക് റോഡിലായാലും പബ്ലിക് പ്ലേസിലായാലും ബിഹേവിയർ മാറണം. നമ്മൾ റോഡിനെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി എല്ലാം വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ള വിഷൻ കേന്ദ്രത്തിലെ ആയാലും സംസ്ഥാനത്തിലുള്ള മന്ത്രിമാരായാലും അവർക്കെല്ലാം വിഷനുണ്ട്. അതുമായി ഒത്തുപോകുന്ന സഹകരിക്കുന്ന, പിന്നെ റോഡ് കുഴി വന്നാൽ സർക്കാരിന്റെ കുറ്റം പറയുക, റോഡ് വികസനത്തിന് വേണ്ടി നമ്മൾ ഒരു ചെറു വിരൽ പോലും അനക്കാതിരിക്കുക. പിന്നെ എനിക്ക് ഞാൻ ഈ 2010 കാലഘട്ടത്തിലാണ് റോഡിന് വേണ്ടി ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായതും അന്നേരം പ്രവർത്തിച്ചതും. ആ സമയത്താണ് TV വന്നത്. TV വന്നപ്പോൾ അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടി വാട്ട് ദേ ആർ ഡൂയിങ്, പിന്നെ PWDയെ കുറ്റം പറയാം. റോഡ് കുഴി ഉണ്ടായാലും കഴിഞ്ഞ മാസം ഉണ്ടായ കുഴിയെ നമ്മൾ കുഴി അടച്ചതിന് ശേഷം ഇപ്പോൾ ഉണ്ടായെന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് നമ്മൾ കുഴി അടച്ച നമ്മുടെ മിനിസ്റ്റർ MLA ചോദിക്കും, നിങ്ങൾ കുഴി അടച്ചത് പറഞ്ഞ് ഇന്നലെ ഞാൻ ഇന്ന് ചാനലിൽ കണ്ടല്ലോ അവിടെ കുഴി അടച്ച പ്ലാമൂട് കുഴി എനിക്ക് പട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ അടച്ചതാ. അപ്പോൾ ഇവർ വീഡിയോ നോക്കിയപ്പോൾ പിന്നെ വൈകിട്ട് 1 മാസത്തിന് മുമ്പ് ഇട്ട വീഡിയോ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സർക്കാരിനെ വിമർശിക്കുക, റോഡിനെ PWD വിമർശിക്കുക, എല്ലാവർക്കും അവിടെ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വിമർശിക്കുന്നു. അതൊന്ന് മാറി ചിന്തിക്കേണ്ട സമയമായി എന്നുള്ളത് അതല്ല. ഇപ്പോൾ അന്നത്തെ ചാനലുകാരെ ഇപ്പോൾ ട്രോളായിരിക്കും അങ്ങനെ ഉപയോഗിക്കുന്നത് അല്ലേ? ഒരു കുഴി അടയ്ക്കുന്നത് ഇതാണ് കുഴിയെന്ന് ട്രോൾ. അപ്പോൾ അത് കൂടെ അത് ഈ പുതിയ ന്യൂ ജനറേഷൻ ജെൻസിയോ ജെൻ ആൽഫയോ എന്തൊക്കെയോ പുതിയ ആൾക്കാർ വന്നെന്ന് നിങ്ങളിത് പിന്നെ റോഡിനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ആയ കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്തു പോകാം. സർക്കാർ മോശമാണെന്ന് എന്നിട്ടെല്ലാവർക്കും സർക്കാർ ജോലിയും വേണം. അത് മാറണം എന്നുള്ളതാണ് എൻ്റെ. സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ മെഷീനറിയും അഡ്മിനിസ്ട്രേറ്റേഴ്സും നല്ലൊരു മാറ്റം വന്നു കഴിഞ്ഞു. അതിന് കൂടെ പോയാൽ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് കൂടിയാണത്. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ മേഖലയെക്കുറിച്ചും റോഡിനെ കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും സാർ നന്നായിട്ട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വീഡിയോ വൈൻഡ് ചെയ്യാം. ഓക്കെ.
നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ ടോപ്പിക്കുമായിട്ട് നിങ്ങളെ ഞാൻ ഇങ്ങനെ ട്രോളി എന്ന് പറഞ്ഞ് തന്നെ ട്രോളാതിരിക്കണം എന്നുള്ള രമേശോട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡിലൊക്കെ പുതിയ കണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ.